നമ്മുടെ പുതിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വജ്രം അധ്യായം 17. നാസറിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഗീതയെ ആരോ മർദ്ദിച്ച് വാനിലിട്ട് കൊണ്ടുപോയി. ഒരു സുഹൃത്താണത് വിളിച്ചു പറഞ്ഞത്. എടോ, താൻ പറയുന്നത് സത്യമാണോ? നാസർ ചോദിച്ചു. സത്യം, അത് ഗീതയാണെന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്പം അകലെ നിന്നാണ് ഞാൻ കണ്ടത്. ഒരു വെള്ള മാരുതി വാനിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അഥവാ ഗീതയല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും സത്യാവസ്ഥ താൻ അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഞാൻ വിളിച്ചത്. പത്രത്തിൽ ഇതിനെപ്പറ്റി എഴുതണം. പട്ടാപ്പകൽ പോലും റോഡിലൂടെ നടക്കാൻ വയ്യാതായാൽ പിന്നെ സാധാരണക്കാർ എന്തു ചെയ്യും? ഞങ്ങൾക്ക് സെക്യൂരിറ്റിയും ഗൺമാനുമൊന്നും കൂടെ ഇല്ലല്ലോ. സുഹൃത്തിന്റെ വാക്കുകളിൽ രോഷമുണ്ടായിരുന്നു. താങ്ക് യു ഫ്രണ്ട്, ഞാൻ അന്വേഷിക്കാം. താൻ ആ വാനിന്റെ നമ്പർ ശ്രദ്ധിച്ചില്ലേ? എനിക്കതിനുള്ള സാവകാശം കിട്ടിയില്ല. അതിനു മുമ്പ് ആ വാൻ മറഞ്ഞു കഴിഞ്ഞു, സുഹൃത്ത് പറഞ്ഞു. ഗീതയോട് ശത്രുക്കൾ പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട്. ഗീതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാസറിനത് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. അയാൾ കെന്നഡിയെ വിളിച്ചു. കെന്നഡിക്കതൊരു ഷോക്ക് പോലെയായി. ഞാനിപ്പോൾ തന്നെ എല്ലാ വെള്ള വാനുകളും പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്യാൻ നാസറെ. 5 മിനിറ്റ് മുമ്പ് എനിക്ക് ട്രാഫിക് പോലീസിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിരുന്നു. ഒരു കോൺസ്റ്റബിൾ അത് കണ്ടതാണ്. അയാൾ ഓടിയെത്തിയപ്പോഴേക്കും വാൻ വിട്ടുപോയി. ഗീത സാധാരണ പോകാറുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അത് ഗീത തന്നെയാണോ എന്ന് നമുക്ക് ആദ്യം ഉറപ്പാക്കണം. ഗീതയാണെങ്കിൽ അന്വേഷണം കുറെ എളുപ്പമാകും. ഗീതയുടെ ശത്രുക്കളെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ടല്ലോ. അതെ സാർ, ജയപ്രകാശോ അയാളുടെ മകനോ ആയിരിക്കും, നാസർ പറഞ്ഞു. ഗീത ഓഫീസിൽ നിന്നിറങ്ങിയാൽ ഞങ്ങളുടെ ബ്യൂറോയിൽ പോകും, അല്ലെങ്കിൽ പ്രസ് ക്ലബിൽ. കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോഫി ഹൗസിൽ കയറും. കൂട്ടുകാരും ഇതുവരെയും വിളിക്കാത്തത് കൊണ്ട് അവരാരും കൂടെയില്ലായിരുന്നുവെന്ന് വേണം കരുതാൻ. ഒരിടത്തും പോയില്ലെങ്കിൽ നേരെ വീട്ടിൽ പോകും. 10 മിനിറ്റിനുള്ളിൽ ഞാൻ അന്വേഷിച്ച് വിവരം തരാം സാർ. നാസർ ആരോടും ഒന്നും പറയാതെ ബൈക്കിൽ കയറി. ആരോടെങ്കിലും പറഞ്ഞാൽ ഓഫീസിൽ എല്ലാവരും അറിയും. മറ്റു പത്രങ്ങളിലേക്ക് വിവരം ചോരും. ചിലർ വാർത്ത ചോർത്തിയെന്നും വരും. നാളെ അത് ഗീതയ്ക്ക് അപമാനമാകും. അയാൾ നഗരത്തിലൂടെ ബൈക്ക് പായിച്ചു പോയി. ഗീത ഒരിടത്തുമില്ലെന്നറിഞ്ഞപ്പോൾ നാസറിന് പരിഭ്രമമായി. അയാൾ ഗീതയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെയും അവളില്ലെന്നറിഞ്ഞപ്പോൾ നാസറിന്റെ മനമിടിഞ്ഞു. അശോകൻ ചോദിച്ചു, എന്താ നാസറേ, എന്തു പറ്റി? സാർ, ഒരു സംശയം. മറ്റൊന്നുമില്ല, നീ കാര്യം പറ നാസറേ. ഗീതയുടെ അമ്മ ദേവു നിർബന്ധിച്ചു. അയാൾക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ടപ്പോൾ മുതൽ സീത കരയാൻ തുടങ്ങി. അശോകന്റെ മുഖം വിളറി. സാർ, ഒന്നും സംഭവിക്കില്ല. ഡെപ്യൂട്ടി കമ്മീഷണർ കെന്നഡി അന്വേഷിക്കുന്നുണ്ട്. ഗീത ഇപ്പോൾ തന്നെ ഇവിടെ എത്തും. അതൊന്നും അവരെ സമാധാനിപ്പിക്കില്ലെന്നറിയാമായിരുന്നെങ്കിലും ഞാൻ അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞ് നാസർ ബൈക്കിൽ കയറിപ്പോയി. പത്രപ്രവർത്തനമെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞിന്റെ ജീവിതം തുലച്ചോ? ദേവു അശോകന്റെ നേരെ നോക്കി ജ്വലിച്ചു. അച്ഛന് കാലുപോയാലും ജീവിക്കാം. അന്തസ്സോടെയും അഭിമാനത്തോടെയും പറയാം, ധീരനായ റിപ്പോർട്ടറാണെന്ന്. എന്റെ മോടെ മാനം പോയാലോ? അഭിമാനത്തോടെ വിളിച്ചു പറയാൻ പറ്റോ? അശോകന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല, നോക്കിക്കോ. ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നമ്മൾ ഭയപ്പെട്ടതുപോലെ ഒന്നും ഉണ്ടാവില്ല ദേവു. അശോകന്റെയും ശബ്ദം പതറി. ഞാൻ എത്ര പറഞ്ഞതാ നമ്മുടെ മകളെ ഈ അപകടം പിടിച്ച പണിക്ക് വിടണ്ടാന്ന്. അച്ഛൻ സമ്മതിച്ചില്ല. ഇപ്പോ തീ തിന്നുവല്ലേ? എടി, സത്യസന്ധയായ ഒരു റിപ്പോർട്ടറാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, അശോകൻ പറഞ്ഞു. പക്ഷേ എന്റെ മകളെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. യേശുക്രിസ്തുവും നബിയും വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളും ശ്രമിച്ചിട്ട് നന്നാകാത്ത ആളുകളെയാണോ നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുന്നത്? ദേവു ദേഷ്യപ്പെട്ടു. അശോകൻ വിരൽ ചുണ്ടത്ത് വെച്ചു. മിണ്ടരുത്. ദേവു ക്ഷോഭത്തോടെ നോക്കിയതല്ലാതെ മിണ്ടിയില്ല. സീത വേഗം ചെന്ന് റോസ്മേരിയെ വിളിച്ചു. വിവരമറിഞ്ഞപ്പോൾ റോസ്മേരിയും അമ്മയും ഭയന്നു പോയി. റോസ്മേരി, നിന്റെ ചേട്ടനോട് പറഞ്ഞ് ഗീതേച്ചിയെ എങ്ങനെയും കണ്ടുപിടിക്കണം. എന്റെ ഹൃദയം പിടയ്ക്കാടി. ഇനിയും താമസിച്ചാൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും. സീത കരയുകയായിരുന്നു. നീ ധൈര്യമായിരിക്കും സീതേ, ഞാൻ ചേട്ടനെ വിളിച്ച് പറയാം. റോസ്മേരി കെന്നഡിയെ വിളിച്ച് വിവരം പറഞ്ഞു. അമ്മ റിസീവർ വാങ്ങിച്ച് കെന്നഡിയോട് പറഞ്ഞു, മോനെ, ഇത് കഴിവതും ആരും അറിയരുത്. ആ കൊച്ചിനൊരു ജീവിതം വേണ്ടതല്ലേ? നിനക്കും ഒരു പെങ്ങളുണ്ടെന്ന് ഓർമ്മ വേണം. ശരിയമ്മേ. ഗീതയുടെ കാര്യത്തിൽ അമ്മ ഇത് പറയണോ? എനിക്കറിയാൻ പാടില്ലേ? കെന്നഡി ഫോൺ വെച്ചു. ഗീതയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ആ വാനിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ജയപ്രകാശിന്റെ ഗുണ്ടകൾ പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അമർഷം കൊണ്ട് കെന്നഡിയുടെ സിരകളിൽ ചോര തിളച്ചു. ഫോൺ മണിയടിച്ചു. യെസ്, ഡെപ്യൂട്ടി കമ്മീഷണർ. കെന്നഡി, 24 മണിക്കൂറിനുള്ളിൽ അർജുനെ പിടിക്കുമെന്ന് ശബ്ദം ചെയ്തവനല്ലേ താൻ? ജയപ്രകാശിന്റെ ശബ്ദം. സാറിനെ പോലെ കുറ്റവാളികളെ ഒളിപ്പിച്ചു കൂടെ കൊണ്ടു നടക്കുന്ന സ്വഭാവം പോലീസുകാർക്കില്ല. കെന്നഡി, മൈൻഡ് യുവർ വേർഡ്സ്. ജയപ്രകാശ് മുരണ്ടു.
ഐ ആം പാർലമെന്റ് മെമ്പർ. എന്റെ പേരിൽ ശത്രുക്കൾ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഡൽഹിയിൽ CBI മന്ത്രിമാർക്കെതിരെ ഹാജരാക്കിയ തെളിവുകൾ വരെ കോടതി തള്ളിയത് കണ്ടില്ലേ? തനിക്ക് എന്നോട് പകയുണ്ടെന്ന് എനിക്കറിയാം. താനൊക്കെ സത്യത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന കാലം വരുന്നു. ഞാനാണ് സത്യം. പട്ടിണി പാവങ്ങളായ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സ്വന്തം മകനെ പോലും ബലി കഴിച്ചവനാണ് ഞാൻ. ഇത്ര ത്യാഗം സഹിച്ച ആരുണ്ടടോ ഇന്ത്യൻ പൊളിറ്റിക്സിൽ? ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്വഭാവം തനിക്കറിയില്ലേ? ഇന്ത്യയിലെ കേഡർ പാർട്ടിയുടെ ലീഡറാകും മാസങ്ങൾക്കുള്ളിൽ ഞാൻ. പിന്നെ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. ഐ വിൽ ബി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യൻ എംപയർ. അപ്പോഴും കെന്നഡി, തന്നെ ഞാൻ മറക്കില്ല. തന്നെ ഞാൻ ഇവിടത്തെ DAG ആക്കും. ഞാൻ എൻ്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നുവെന്ന് അന്ന് തനിക്ക് മനസ്സിലാകും. വേദഗ്രന്ഥങ്ങളൊക്കെ എന്നും പാരായണം ചെയ്തിട്ട് ഉറങ്ങുന്ന ഒരു പരമസാധുവാടോ ഈ ഞാൻ. താൻ പ്രധാനമന്ത്രിയായാൽ ഈ രാജ്യത്തിന്റെ ദുർവിധിയോർത്ത് ഞാൻ ആത്മഹത്യ ചെയ്യുമടാ ബാസ്റ്റഡ് എന്ന് പറയണമെന്ന് നാവിൽ വന്നെങ്കിലും കെന്നഡി നിയന്ത്രിച്ചു. ഗീതയുടെ അന്തർധാനത്തിന് പിന്നിൽ ആരാണെന്നറിയാൻ ഇതാണ് അവസരമെന്ന് കെന്നഡിക്ക് തോന്നി. സാർ, ഐ വാണ്ട് ടു ടോക്ക് ടു യു. താങ്കൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്. ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച ഒരു MP എവിടെ പോകാൻ? എനിക്ക് സഞ്ജയുമായി സംസാരിക്കണം. സഞ്ജയ് കൂർഗിൽ പോയല്ലോ. അവിടുത്തെ നമ്പർ തരുമോ? അവൻ അവിടെ എത്തിക്കാണുകയില്ല. താങ്ക് യു സാർ. സഞ്ജയ് അവിടെ ഇല്ലെന്ന് കെന്നഡിക്ക് ഉറപ്പായി. മുസ്തഫ അവിടെയുണ്ടോ? അയാളും സഞ്ജയന്റെ കൂടെ പോയിരിക്കുകയാണ്. സാർ, ഹിന്ദുസ്ഥാൻ ടുഡേയിലെ റിപ്പോർട്ടർ ഗീതയെ ആരോ ബലമായി പിടിച്ചുകൊണ്ടുപോയി. താങ്കൾക്ക് അതേപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ഗീതയോ? അവള് തീക്കട്ടയല്ലേ. ആർക്കാണ് തൊടാൻ കഴിയുന്നത്? സാറിന് അവളോട് പകയില്ലേ? ഗീത എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാണ് മിസ്റ്റർ കെന്നഡി. മകന്റെ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ വികാര വിക്ഷോഭം കൊണ്ട് സ്വയം മറന്ന് എന്തൊക്കെയോ ഗീതയോട് പറഞ്ഞു. മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വികാരം കെന്നഡി മനസ്സിലാക്കണം. പിന്നെ എനിക്കതിൽ വിഷമം തോന്നി. ആ കുട്ടിക്ക് ഉടനെ മനസ്സിലാകും ഞാൻ നിരപരാധിയാണെന്ന്. രാത്രിയായിരിക്കുന്നു. ഇനിയും ഗീതയെ കണ്ടുകിട്ടിയിട്ടില്ല. രാത്രി 8 മണിയടിക്കുന്നത് അശോകൻ കേട്ടു. അയാൾ അസ്വസ്ഥതയോടെ മുറിയിലൂടെ നടന്നപ്പോൾ കൃത്രിമക്കാൽ തറയിലമർന്ന് ശബ്ദമുണ്ടാക്കി. ലോകം മുഴുവൻ അടിച്ചു തകർക്കാനുള്ള ദേഷ്യത്തിലായിരുന്നു അദ്ദേഹം. ദേവും ഗീതയും വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഡോർബെൽ ശബ്ദിച്ചു. അശോകൻ നിന്നു. ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ശബ്ദം കേട്ടു. സീത ഓടിച്ചെന്ന് വാതിൽ തുറന്നു. നനഞ്ഞ മൃതദേഹം പോലെ ഗീത നിൽക്കുന്നത് അവൾ കണ്ടു. ചേച്ചി. ഗീത ഒന്നും പറഞ്ഞില്ല. സീത പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ കുഴഞ്ഞു വീടുമായിരുന്നു. മോളെ, നിനക്കെന്ത് പറ്റിയടി? ദേവു നിലവിളിച്ചുകൊണ്ട് അടുത്തു വന്നു. ഗീത അവളെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ ആംഗ്യം കാണിച്ചു. അവളുടെ മുതുകിലെ വസ്ത്രം കീറി തൂങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അശോകന്റെ തലക്കകത്തൊരു കൊള്ളിയാൻ മിന്നി. മോളെ, നിന്നെ ഉപദ്രവിച്ചതാരാണ്? അശോകൻ അടുത്തേക്ക് ചെന്നു. എനിക്കൊന്നും പറ്റിയില്ല, ഗീത പറഞ്ഞു. ആ ശബ്ദത്തിലെ മൂർച്ച അശോകനെ നിശബ്ദനാക്കി. സീത അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. ദേവു, ആരാണ് അവളെ ഉപദ്രവിച്ചതെന്ന് നീ ചോദിച്ചു മനസ്സിലാക്ക്. എന്നിട്ട് അച്ഛൻ എന്തു ചെയ്യാൻ പോകുന്നു? ദേവു ദേഷ്യപ്പെട്ടു. കൊല്ലാൻ. അശോകൻ അലറി. എന്റെ മോളെ തൊട്ടവർ എന്റെ ഹൃദയമാ പറിച്ചെടുത്തത്. അവരോട് കണക്ക് ചോദിക്കാൻ എനിക്ക് ഒരു കാല് മതിയടി. നിങ്ങൾക്ക് എല്ലാ കണക്കും തീർക്കാൻ പറ്റുമോ? മോൾക്കുണ്ടായ അപമാനം തീർക്കാൻ പറ്റുമോ? ദേവു ക്ഷോഭിച്ചു. പറഞ്ഞതനുസരിക്കടി. ബെഡിൽ സീതയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഗീത. അമ്മേ, ചേച്ചി ഒന്നും പറയുന്നില്ല. സീത കരഞ്ഞു. മോളെ, നിനക്കെന്താ പറ്റിയത്? അമ്മയോട് പറ, ദേവു നിർബന്ധിച്ചു. അമ്മ എന്നോടൊന്നും ചോദിക്കണ്ട. എനിക്കൊന്നും പറ്റിയില്ല. ഉടനെ കെന്നഡിയെയും നാസറിനെയും വിവരമറിയിച്ചു. നാസറിന്റെ കൂടെ എഡിറ്ററും ഉണ്ടായിരുന്നു. ഗീത അവരോടൊന്നും സംസാരിച്ചില്ല. കെന്നഡിയോടും ഒന്നും പറഞ്ഞില്ല. മറ്റുള്ളവരെയെല്ലാം പുറത്താക്കി കെന്നഡി ഗീതയോട് സംസാരിക്കാൻ ശ്രമിച്ചു. ആരാണ് ഗീതയെ ബലമായി കൊണ്ടുപോയത്? അവൾ മേശപ്പുറത്ത് തലവെച്ച് കമിഴ്ന്ന് കിടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഗീത, എന്നെ വിശ്വസിക്കൂ. ഗീത പേര് പറഞ്ഞാൽ മതി. ഇപ്പോൾ തന്നെ ഞാനവരെ അറസ്റ്റ് ചെയ്യും. ഇനി ഒരിക്കലും നിവർന്നു നിൽക്കാത്ത വിധത്തിൽ അടിച്ച് ശരിയാക്കി കളയും. പറയൂ, ഹു ഈസ് ദാറ്റ് ബാസ്റ്റേഡ്? ടെൽ മീ. ഗീത ഒന്നും പറഞ്ഞില്ല. അവർ ഗീതയെ മാനസികമായി തളർത്തിക്കളഞ്ഞെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഡു യു നീഡ് എ ലേഡി ഡോക്ടേഴ്സ് ഹെൽപ്പ്? ഗീത മുഖമുയർത്തി അയാളെ നോക്കി. നോ, ലീവ് മീ അലോൺ. കെന്നഡി അല്പം മനസമാധാനത്തോടെയാണ് എഴുന്നേറ്റത്. പിറ്റേന്ന് രാവിലെ നാസർ ഗീതയെ കാണാനെത്തി. അവൾ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സൗമ്യശീലയായി കാണപ്പെട്ടു. നാസർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ തടഞ്ഞു. ഒന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറ്റിയില്ല. നാസർ നിരാശയോടെ ചോദിച്ചു. ഓഫീസിൽ വരുന്നില്ലേ? ഇല്ല. എത്ര നാളത്തേക്കാണ് ലീവ്?
എത്ര നാളത്തേക്കെന്നറിയില്ല, ഗീത പറഞ്ഞു. ഉച്ചയോടെ റോസ്മേരിയും അമ്മയും വന്നു. എത്ര നിർബന്ധിച്ചിട്ടും ഗീത ഒന്നും പറഞ്ഞില്ല. ഊമയെപ്പോലെ ഇരുന്നു. കരഞ്ഞുകൊണ്ടാണ് റോസ്മേരി തിരിച്ചു പോയത്. CI മഹേഷ് കെന്നഡിക്ക് ഒരു വിവരം കൊടുത്തു. സഞ്ജയിന് ബന്ധമുള്ള സ്വകാര്യ ബോട്ട് ജെട്ടിയിൽ വെളുത്ത ഒരു മാരുതി വാൻ കാത്തുകിടക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു ബോട്ട് സന്ധ്യയ്ക്ക് കായലിന് നടുവിൽ കിടക്കുന്നത് കക്ക വാരുന്നവർ കണ്ടിട്ടുണ്ട്. രാത്രി 7 മണി കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. കെന്നഡി ഗീതയുടെ അടുത്തെത്തി. അവൾ മുറിയിൽ തനിച്ചിരിക്കുകയായിരുന്നു. ഗീതയെ നിശബ്ദയാക്കിയെന്ന് കരുതി സഞ്ജയിന് പോലീസിന്റെ കൈകൾ കെട്ടാനാവില്ല. കെന്നഡി പറഞ്ഞു, എന്നോട് പറയൂ, ഗീതയെ അവർ കായലിൽ കൊണ്ടുപോയെന്ന് എനിക്കറിയാം. നിന്നെ അവർ കായലിൽ വലിച്ചെറിഞ്ഞു. സത്യം അന്വേഷിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നോട് പറയൂ. ഗീത സംഭവിച്ചതെല്ലാം പറഞ്ഞു. കായലിൽ ഞാൻ മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോൾ അവർ പൊക്കിയെടുത്ത് ബോട്ടിലിട്ടു. ഒരു വിധത്തിൽ ജീവൻ രക്ഷിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ഇനി ഒരക്ഷരം എഴുതിയാൽ എന്റെ വീട്ടിലാരും ജീവിച്ചിരിക്കുകയില്ലെന്ന് മുന്നറിയിപ്പോടെ. അതുകൊണ്ടാണോ നിശബ്ദയായിരിക്കുന്നത്? കെന്നഡി ചോദിച്ചു. ഗീത മിണ്ടിയില്ല. അതെല്ലാം കേട്ടുകൊണ്ട് വെളിയിൽ നിൽക്കുകയായിരുന്നു അശോകൻ. അയാളുടെ കണ്ണുകളിൽ അഗ്നി ചിതറി. അയാൾ വിറയ്ക്കുന്ന കാലുകൾ അമർത്തിച്ചവിട്ടി കാറിൽ ചെന്ന് കയറി. അച്ഛനെങ്ങോട്ടാ ഈ രാത്രിയിൽ? സീത വേഗം ചെന്ന് ചോദിച്ചു. അശോകൻ മറുപടി പറഞ്ഞില്ല. കെന്നഡി ഗീതയുടെ മുറിയിൽ നിന്ന് വന്നപ്പോഴേക്കും കാർ വിട്ടു പോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കെന്നഡിക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. കെന്നഡി സഞ്ജയിനെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി. അയാൾ ബംഗ്ലാവിൽ എത്തിയതായി കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് പോലും അറിയില്ല. എടോ മുസ്തഫ, ഇനി ഗീത മിണ്ടില്ല. അവളുടെ നാവും കൈകളും നമ്മൾ കെട്ടിക്കഴിഞ്ഞു. മുസ്തഫ ചിരിച്ചു. നമ്മളോട് കളിച്ചാൽ എങ്ങനെയിരിക്കുമെന്നവൾ പഠിച്ചു. ഇത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പെട്ടെന്ന് ജയപ്രകാശ് അവിടേക്ക് വന്നു. അയാളുടെ കയ്യിൽ അപ്പോൾ ഇറങ്ങിയ ഹിന്ദുസ്ഥാൻ ടുഡേ പത്രമുണ്ടായിരുന്നു. ഇത് നോക്കടാ. ജയപ്രകാശ് പത്രം അവരെ കാണിച്ചു. മുസ്തഫ വെടിയേറ്റ് മരിച്ചു. MP ജയപ്രകാശിന്റെ വലം കൈയും യുവജന പ്രസ്ഥാനത്തിന്റെ ലീഡറും മുൻ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി ഉയർന്ന മുസ്തഫ ശിരസിൽ വെടിയേറ്റാണ് മരിച്ചത്. സ്റ്റോപ്പ് പ്രസിൽ കൊടുത്തിരിക്കുന്ന വാർത്ത വായിച്ച് സഞ്ജയും മുസ്തഫയും പൊട്ടിച്ചിരിച്ചു. ഗീത പോയപ്പോൾ ഹിന്ദുസ്ഥാൻ ടുഡേ പത്രക്കാർക്ക് ഭ്രാന്ത് പിടിച്ചു. സഞ്ജയ് ചോദിച്ചു, ജീവനോടെ ഇരിക്കുന്ന ഞാൻ മരിച്ചെന്ന വാർത്ത പത്രത്തിൽ സാറിനിത് എവിടെ നിന്ന് കിട്ടി? മുസ്തഫ ചിരിച്ചു. ഇപ്പോൾ ബ്രൂട്ടസ് കൊടുത്തയച്ചതാണ്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുടെ പേര് കണ്ടോ? അശോകൻ. ജയപ്രകാശ് പറഞ്ഞു. അശോകനോ? അയാൾക്ക് ഭ്രാന്ത് പിടിച്ചു കാണും. മറ്റ് പത്രത്തിലൊന്നും ഇതില്ല. നാളെ നമുക്ക് ഈ പത്രത്തിനെതിരെ കേസ് കൊടുക്കണം. ജയപ്രകാശ് പറഞ്ഞു. ഈ പത്രം ഞാൻ പൂട്ടിക്കണം. ഇവനും നമ്മുടെ ശത്രുവ. മുസ്തഫ പറഞ്ഞു. പെട്ടെന്നൊരു വെടിപൊട്ടി. എല്ലാവരും നടുങ്ങി വിറച്ചുപോയി. മുസ്തഫയുടെ ചെവിയിൽ നിന്നും ചോരയൊഴുകി. കഴുത്തൊടിഞ്ഞതുപോലെ അയാൾ മുന്നോട്ട് മറിഞ്ഞു വീണു. അയാളുടെ മരണവാർത്ത അച്ചടിച്ച പത്രത്തിലേക്ക്. അധ്യായം 18. ജയപ്രകാശും സഞ്ജയും ഭയന്നുപോയി. മുസ്തഫ! മരണത്തിലേക്ക് തലകുത്തി വീണ മുസ്തഫയെ സഞ്ജയ് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. കണ്ണുകൾ തുറച്ച് കിടക്കുകയാണയാൾ. ഡാഡി, മുസ്തഫ മരിച്ചു. സഞ്ജയിന്റെ ശബ്ദം വിറച്ചു. അയാളുടെ ധൈര്യമെല്ലാം പോയിരുന്നു. മുസ്തഫയുടെ ചെവിയിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നു. സെക്യൂരിറ്റി! പോലീസ്! ജയപ്രകാശ് വാതിൽക്കലേക്ക് ഓടിവന്ന് ബംഗ്ലാവിന് നേരെ നോക്കി അലറി വിളിച്ചു. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിളും പോലീസുകാരും ഓടിവന്നു. മുസ്തഫയെ കൊന്നു. ആ ജനലിലൂടെയാണ് വെടിയുണ്ട വന്നത്. ആ കൊലയാളി അവിടെയുണ്ട്. പിടിക്കവനെ! ജയപ്രകാശ് ഒറ്റ ശ്വാസത്തിൽ ഗർജിച്ചു. പോലീസുകാർ പരിഭ്രാന്തിയോടെ അവിടമെല്ലാം പരിശോധിച്ചിട്ട് നിരാശരായി തിരിച്ചു വന്നു. അവിടെയൊന്നും ആരും വന്നിട്ടില്ല സാർ. അവിടെ നിന്ന പോലീസുകാരൻ ഉറപ്പു പറയുന്നു. ആരെയും കണ്ടില്ലെന്ന് ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു. കള്ളം പറയുന്നു. നിങ്ങളുടെ എല്ലാം തൊപ്പി ഞാൻ തെറിപ്പിക്കും, നായിന്റെ മക്കളെ! നിയന്ത്രണം വിട്ട ജയപ്രകാശ് ഹെഡ് കോൺസ്റ്റബിളിനെ കൈനീട്ടി അടിച്ചു. അയാൾ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അടിയേറ്റില്ല. സഞ്ജയ് അപ്പോഴും ഷോക്കിൽ നിന്നുണർന്നിരുന്നില്ല. അയാൾ മുസ്തഫയെ നോക്കി. ആ വെടിയുണ്ട അല്പം ലക്ഷ്യം തെറ്റിയിരുന്നെങ്കിൽ താൻ മരിച്ചു വീണേനെ. മരിച്ചുവെന്ന് വാർത്ത കൊടുത്തിട്ട് കൊന്നിരിക്കുന്നു. ആദ്യമായിരിക്കും ഇങ്ങനെയൊരു സംഭവം. അശോകനല്ലാതെ മറ്റാരുമല്ല അത്. ഗീതയെ തങ്ങൾ പീഡിപ്പിച്ചത് അയാൾ ഓർത്തു. അശോകൻ പ്രതികാരം ചെയ്തതാണ്. ആ കൊലയാളി അടുത്ത ഊഴത്തിനായി എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുകയാണോ? പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്ന് ശബ്ദം കേട്ട് സഞ്ജയ് ഞെട്ടി. ആരുടെയോ കാൽപ്പെരുമാറ്റം. ഡാഡി, അവൻ ഇതിനകത്തുണ്ട്! സഞ്ജയ് നിലവിളിച്ചു. ജയപ്രകാശ് പരിഭ്രാന്തനായി ഓടിവന്നു. സഞ്ജയ് രക്ഷപ്പെടാനായി വെളിയിലേക്ക് ഓടാൻ തുടങ്ങി. അപ്പോഴാ മുറിയിലെ വാതിൽ തുറന്ന് 2 പോലീസുകാർ അവിടേക്ക് വന്നു. ഇവിടെയെങ്ങും ആരുമില്ല സാർ. വിളറി നിൽക്കുന്ന ജയപ്രകാശിനെ നോക്കി കോൺസ്റ്റബിൾ പറഞ്ഞു. അപ്പോൾ ബംഗ്ലാവിന്റെ മുറ്റത്ത് CI ബ്രൂട്ടസിന്റെ ജീപ്പ് വന്നു നിന്നു.
അടുത്ത നിമിഷം സിഗ്നൽ ലൈറ്റും സൈറനുമിട്ട് കെന്നഡിയുടെ കാർ പാഞ്ഞു വന്നു. അശോകൻ തിരിച്ചു വരാൻ കാത്ത് അസ്വസ്ഥതയോടെ ഇരിക്കുകയായിരുന്നു ദേവുവും സീതയും. അച്ഛൻ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന പരിഭ്രാന്തി ഉണ്ടായിരുന്നെങ്കിലും ഗീത മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ദേവു ഗീതയുടെ മുറിയിലേക്ക് ചെന്നു. മോളെ, അച്ഛൻ ഇതുവരെ വന്നില്ല. 1.5 കാലമായി അച്ഛൻ കാറോടിച്ചു പോയത് ഏത് അപകടത്തിലേക്കാണെന്ന് നിനക്കറിയാമോ? മോള് ആ കെന്നഡിയെ വിളിച്ചു പറയ് അച്ഛൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. ഗീത അമ്മയെ നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. ദേവു എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ സീതയുടെ ശബ്ദം കേട്ടു. അമ്മേ, ഒരു കാറ്. ദേവു വാതിൽക്കലേക്ക് ചെന്നു. അപ്പോൾ കാർ മുറ്റത്ത് നിർത്തി ഇറങ്ങുകയായിരുന്നു അശോകൻ. ഈ രാത്രിയിൽ എവിടെ പോയതായിരുന്നു? ഒരു വാക്ക് പറഞ്ഞിട്ടെങ്കിലും പോയിക്കൂടായിരുന്നോ? ദേവു ദേഷ്യപ്പെട്ടു. ഒരുത്തി മുറിയിൽ കയറി മിണ്ടാതിരിക്കുന്നു. അച്ഛൻ മിണ്ടാതെ ഒറ്റപ്പോക്ക്. ബാക്കി ഞങ്ങൾ 2 മനുഷ്യജീവികളെ ഈ വീട്ടിലുണ്ട്. ഞങ്ങളുടെ വിഷമം നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അശോകൻ അത് ഗവനിക്കാതെ അകത്തേക്ക് വന്നു. വാതിൽക്കൽ വന്ന് നിൽക്കുകയായിരുന്ന ഗീതയെ നോക്കി പറഞ്ഞു. ഞാൻ ഹിന്ദുസ്ഥാൻ ടുഡേയിൽ ചേർന്നു. ഗീതയുടെ പുരികങ്ങൾ ഉയർന്നു. അശോകൻ തന്റെ മുറിയിലേക്ക് നടന്നു. അയാളുടെ പൊയ്ക്കാൽ തറയിൽ അമർന്ന് ശബ്ദമുണ്ടായി. താൻ കെന്നഡിയുമായി സംസാരിച്ചത് അച്ഛൻ അറിഞ്ഞുവെന്ന് ഗീതയ്ക്കുറപ്പായി. ഇനി എന്തായിരിക്കും അച്ഛന്റെ നീക്കം? മക്കൾക്ക് അപകടം സംഭവിക്കുന്നത് ഒരച്ഛനും സഹിക്കില്ല. മറ്റെല്ലാവരെയും കൂടുതലായി അച്ഛൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. മുറിയിൽ വന്ന് കിടന്ന് ഗീത അസ്വസ്ഥയായി. വീണ്ടും വിചാരം അവളെ മഥിക്കാൻ തുടങ്ങി. സഞ്ജയന്റെ ഭീഷണി ഭയന്ന് താൻ സത്യസന്ധമായ പത്രപ്രവർത്തനത്തോട് വിട പറഞ്ഞത് വെറും ശമ്പളം മാത്രം വാങ്ങിക്കുന്ന കൂലിക്കാരിയായാൽ റിപ്പോർട്ടർ ഗീതയ്ക്ക് എന്താണ് പ്രത്യേകത? താൻ ഒളിച്ചോടാൻ പാടില്ല. ഗീത ഇതുവരെ സിംഹയായിരുന്നു. ഇനി പട്ടിയായി ജീവിക്കാൻ കഴിയില്ല. സീത വാതിൽക്കൽ വന്ന് പറഞ്ഞു. ഗീതച്ചിക്ക് ഫോൺ. ആരാണ് ഈ പാതിരാത്രിക്ക്? നാസർ വിളിക്കുന്നു. ഗീത എഴുന്നേറ്റ് ചെന്ന് അറ്റൻഡ് ചെയ്തു. ഗീതേ, മുസ്തഫ കൊല്ലപ്പെട്ടു. അശോകൻ സാറാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പത്രത്തിൽ മാത്രമേ വാർത്തയുള്ളൂ. സ്റ്റോപ്പ് പ്രസ്. അതെങ്ങനെ സംഭവിച്ചു? ഗീത ചോദിച്ചു. എനിക്കറിയില്ല. എന്തായാലും സാറ് തുടങ്ങിയത് സെൻസേഷനിൽ തന്നെയാ. മറ്റു പത്രങ്ങളൊക്കെ ഞെട്ടാൻ തുടങ്ങി. സാർ അവിടെയുണ്ടോ? ഉണ്ട്, അല്പം മുമ്പാ വന്നത്. ഗീത പറഞ്ഞു. ഗീതേ, എനിക്കറിയണം എന്താണ് സംഭവിച്ചതെന്ന്. ഗീത മിണ്ടാതിരുന്നപ്പോൾ എനിക്കെന്ത് വിഷമമുണ്ടായെന്നറിയാമോ? നാളെ ഞാൻ വരും. ഗീത ഒന്നും പറഞ്ഞില്ല. അയാൾ ഫോൺ വെച്ചു. ഹിന്ദുസ്ഥാൻ ടുഡേയുടെ മാനേജിംഗ് എഡിറ്റർ ഫിലിപ്പ് ചുമ്മാറിന്റെ വീടിന് മുന്നിൽ ജയപ്രകാശിന്റെ കാർ നിന്നു. പത്രത്തിന്റെ ചീഫ് എഡിറ്ററും ചുമ്മാർ ആയിരുന്നു. രാത്രി 3 മണി. ജയപ്രകാശ് വരുന്നുവെന്ന് അറിയിച്ചിരുന്നതുകൊണ്ട് ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു ചുമ്മാർ. ജയപ്രകാശ് വരാന്തയിലേക്ക് വന്നപ്പോൾ ചുമ്മാർ ഭാര്യയെയും മകനെയും അകത്തേക്ക് വിട്ടു. ദീർഘകായനാണ് ചുമ്മാർ. നോട്ടത്തിലും ഭാവത്തിലുമെല്ലാം ഗാംഭീര്യവും കുലീനതയുമുണ്ട്. വരൂ സാർ, ഇരിക്കൂ. ചുമ്മാർ ക്ഷണിച്ചു. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനല്ല ഈ രാത്രിയിൽ വന്നത്. ജയപ്രകാശ് ക്ഷോഭിച്ചു. പറയൂ, ഞാനെന്താണ് ചെയ്തു തരേണ്ടത്? നിങ്ങളുടെ അറിവോടുകൂടെയല്ലേ ഈ ന്യൂസ് ഇട്ടത്? അതെ. മുസ്തഫ എന്റെ ആളാണെന്നറിയില്ലേ നിങ്ങൾക്ക്? അറിയാം. ന്യൂസിൽ അതുണ്ടല്ലോ. എന്ത് ധൈര്യത്തിലാണ് നിങ്ങളെ ഈ വാർത്ത കൊടുത്തത്? മറ്റൊരു പത്രത്തിനുമില്ലാത്ത തന്റെ ഇടം നിങ്ങൾക്കെങ്ങനെയുണ്ടായി? അതെന്താ സാർ, മുസ്തഫ മരിച്ചില്ലേ? വാർത്ത കള്ളമാണോ? ജയപ്രകാശ് അയാളെ തറപ്പിച്ചു നോക്കി. നിങ്ങൾ വാർത്ത കൊടുത്തിട്ട് അയാളെ കൊല്ലുകയായിരുന്നു. ആര് പറഞ്ഞു സാറിനോട് ഇതൊക്കെ? അശോകൻ തന്നെ ന്യൂസാണിത്. ഒരു പക്ഷേ സാർ അറിയുന്നതിന് മുമ്പ് മുസ്തഫ മരിച്ച വിവരം അദ്ദേഹം അറിഞ്ഞിരിക്കും. അശോകന്റെ റിപ്പോർട്ടിന് പവൻ വിലയാ സാറേ. എന്നിട്ട് മുസ്തഫയുടെ കൊലയാളിയെപ്പറ്റി നിങ്ങൾ എഴുതാത്തതെന്താണ്? ജയപ്രകാശ് ഗർജിച്ചു. ന്യൂസ് അച്ചടിക്കുകയാണ് പത്രത്തിന്റെ ധർമ്മം. കുറ്റവാളിയെ കണ്ടുപിടിക്കുന്ന ജോലി പോലീസിന്റെയാണ്. ന്യൂസ് കിട്ടുമ്പോൾ ഞങ്ങൾ അടിക്കും. റാസ്കൽ, തനിക്കും ആ കൊലപാതകത്തിൽ പങ്കുണ്ടല്ലേ? ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ? ജയപ്രകാശ് അലറി. തന്റെ പത്രം ഞാൻ പൂട്ടും. ചുമ്മാ വരട്ടാതെ മിസ്റ്റർ ജയപ്രകാശ്. ചുമ്മാറിന്റെ ശബ്ദം മാറി. നിങ്ങൾക്കിപ്പോൾ ഞങ്ങളോട് പകയാണ്. പക്ഷേ ഒരു MLA പോലും അല്ലാതിരുന്നപ്പോൾ മുതൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ എന്റെ പത്രമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും നിങ്ങൾക്ക് ഞങ്ങൾ വലുതായിരുന്നു. താൻ എനിക്കിപ്പോൾ ഒരു പുല്ലുമല്ല. അതുതന്നെയാ ഞാൻ പറഞ്ഞു വരുന്നത്. നായ എവിടെ ചെന്നാലും നക്കിയേ കുടിക്കൂ. അധികാരം കിട്ടിയപ്പോൾ താൻ തന്റെ സ്വഭാവം മറന്നില്ല. അഴിമതിയും കോഴയും വാങ്ങി താനീ നാട് മുടിച്ചു. പലപ്പോഴും ഞങ്ങൾ തനിക്ക് മുന്നറിയിപ്പ് തന്നതാ. താൻ പുല്ലുവില പോലും കൽപ്പിച്ചില്ല. അവസാനം തന്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ എഴുതേണ്ടി വന്നു. അശോകനെ പോലെ ഒരു റിപ്പോർട്ടറാ എനിക്കിപ്പോൾ ഉള്ളത്. പത്രത്തിന്റെ വില താനിനെയും മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. അശോകൻ നിങ്ങളുടെ പത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നമ്മുടെ പഴയ സൗഹൃദം തുടരാം.
ജയപ്രകാശ് പറഞ്ഞു. തന്നെ പോലൊരു ക്രിമിനലിന്റെ സൗഹൃദം എന്റെ പത്രത്തിന് വേണ്ട. ഇപ്പോൾ താനീ കാണിച്ച ധിക്കാരത്തിന് ശിക്ഷ താൻ അനുഭവിക്കും. അശോകന് വിടുന്ന പ്രശ്നമില്ല. ചുമ്മാറെ, തന്നെ ഞാൻ വെറുതെ വിടില്ല. തനിക്കറിയാമോ ഈ ജയപ്രകാശിനെ? കാണിച്ചു തരാം ഞാൻ. തന്റെ പത്രം ഞാൻ പൂട്ടിക്കും. ജയപ്രകാശ് ഭീഷണിപ്പെടുത്തിയിട്ട് വന്ന കാറിൽ കയറി. പിറ്റേന്ന് ഗീത ഒന്നും സംഭവിക്കാത്തതുപോലെ ഒരുങ്ങി ഓഫീസിൽ പോകുന്നത് കണ്ടപ്പോൾ സീതയ്ക്കും അമ്മയ്ക്കും അത്ഭുതം തോന്നി. ദേവു അശോകനോട് ചെന്ന് വിവരം പറഞ്ഞു. അവൾ പോകട്ടെ, അവളിൽ എന്താണ് മാറ്റം വരുന്നതെന്ന് നോക്കുകയായിരുന്നു ഞാൻ, അശോകൻ പറഞ്ഞു. അവൾക്ക് ഇന്നലെ എന്താണുണ്ടായത് അച്ഛനോട് പറഞ്ഞോ? ദേവു ചോദിച്ചു. ഒന്നും ഉണ്ടായില്ല, അവൾ ഭയന്നുപോയി, അത്രമാത്രം. ഓഫീസിലെത്തിയപ്പോൾ കൂട്ടുകാരും സ്റ്റാഫുമെല്ലാം ചോദിച്ചപ്പോഴും ഗീത അതുതന്നെയാണ് പറഞ്ഞത്. ഒന്നും ഉണ്ടായില്ല, എനിക്കൊരു പരമ്പരയ്ക്കുള്ള വിവരങ്ങൾ കിട്ടി. എന്തായാലും അശോകൻ സാറ് നമ്മുടെ പത്രത്തിലേക്ക് വന്നത് ഒരു നേട്ടം തന്നെയാ. ഓഫീസിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒറ്റ റിപ്പോർട്ട് കൊണ്ട് ഗീതയുടെ ഗ്ലാമർ തകർത്തിരിക്കുന്നു. ഇനി ഗീത അച്ഛനോടാണ് മത്സരിക്കേണ്ടത്, ന്യൂസ് എഡിറ്റർ അഭിപ്രായപ്പെട്ടു. ഗീത ആർക്കും മറുപടി കൊടുത്തില്ല. അവൾ സംസാരിച്ചത് നാസറിനോട് മാത്രമാണ്. മുസ്തഫയെ കൊന്നത് അശോകൻ സാറാണെന്ന് സംസാരമുണ്ട്. മറ്റു പത്രങ്ങളും പോലീസും ആ രീതിയിലാണ് അന്വേഷണം നടത്തുന്നത്. ഗീത ഒന്നും പറഞ്ഞില്ല. ഉച്ചയ്ക്ക് ഗീത വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛാ, മനുഷ്യനെ കൊല്ലുന്നതാണോ പത്രപ്രവർത്തനം? എന്താ എന്റെ മോൾക്ക് ഇപ്പോഴങ്ങനെ തോന്നിയത്? അശോകൻ മുഖമുയർത്തി നോക്കി. മുസ്തഫയെ അച്ഛൻ കൊന്നില്ലേ? അശോകൻ ഒന്നും പറഞ്ഞില്ല. അയാൾ മരിക്കേണ്ടവനാണെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ? ഗീതയ്ക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. കായലിലെ സംഭവങ്ങൾ അവൾ ഓർത്തു. നാളെ അവന്റെ കൂടെയുണ്ടായിരുന്ന സഞ്ജയിന്റെ മരണവാർത്തയും നിനക്ക് കേൾക്കാം. ഗീത തരിച്ചു നിന്ന് പോയി. നിങ്ങൾ അച്ഛനും മകളും എന്താണീ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വാതിൽക്കൽ നിന്ന അമ്മ അകത്തേക്ക് വന്നപ്പോൾ ഗീത മറുപടി പറയാതെ പുറത്തു കടന്നു. മനസ്സാകെ കലുഷിതമായ അവസ്ഥയിലാണ് ഗീത ഓഫീസിലെത്തിയത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോൺ ശബ്ദിച്ചു. ഗീതയാണ്. അവൾ അറ്റൻഡ് ചെയ്തു. മുസ്തഫയുടെ കൊലയാളിയാണ് സംസാരിക്കുന്നത്. ആ ശബ്ദം അവളെ അല്പം പരിഭ്രാന്തിയാക്കി. ആര്? അർജുൻ. ഗീതയുടെ മുന്നിൽ അയാളുടെ രൂപം തെളിഞ്ഞു. അശോകൻ സാർ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ അവനെ കാച്ചി. ഞാനെന്റെ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു. സാറെന്നോട് എല്ലാം പറഞ്ഞു. എന്റെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ ഗീതയ്ക്ക് വേണ്ടി ചെയ്ത നന്മകളിലൊന്നാണെന്ന് കരുതിയാൽ മതി. കെന്നഡിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാനിപ്പോൾ ഒളിച്ചു താമസിക്കുന്ന കൊലയാളിയല്ലേ? രാഷ്ട്രീയത്തിന്റെ പേരിൽ ആളുകളെ കൊന്ന് കടലിലും കായലിലും തള്ളിയവരും കോടികൾ കൊള്ളയടിച്ചവരും പോലീസ് പ്രൊട്ടക്ഷനോടെ കഴിയുകയല്ലേ? മഹത്തായ ജനാധിപത്യം. എനിക്ക് അർജുനോട് സംസാരിക്കണം. സഞ്ജയന്റെ ഭീഷണി മറന്നോ? എനിക്കിനി ആരെയും ഭയമില്ല, മരണത്തെപ്പോലും, ഗീത പറഞ്ഞു. എനിക്ക് അർജുന്റെ അമ്മയുടെയും സഹോദരിയുടെയും കൊലപാതകങ്ങൾ ജനങ്ങളെ അറിയിക്കണം. അർജുൻ പറഞ്ഞ സാക്ഷികൾ ആരൊക്കെയാണ്? എല്ലാ വിവരങ്ങളും എനിക്ക് വേണം. എങ്കിലാദ്യം മുസ്തഫയെ കൊന്നത് ഞാനാണെന്ന് ഗീത അച്ചടിക്ക്. ഗീതയെ അവർ ഉപദ്രവിച്ചത് ആരും അറിയണ്ട. ഇതെന്റെ പ്രതികാരം. എനിക്ക് നിങ്ങളെ നേരിൽ കാണണം. നിങ്ങൾ എവിടെയാണ്? ഞാൻ അവിടേക്ക് വരാം. ഈ സ്ഥലം ഏതാണെന്ന് പറയില്ല. എന്നാൽ വെളിയിൽ എവിടെ വെച്ച് കാണാമെന്ന് പറയൂ. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു. നാളെ വൈകിട്ട് 6 മണിക്ക് വെയർ ഹൗസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ വരിക. റെയിൽ വാഗനുകൾ കിടക്കുന്നതിനടുത്ത് ഒരു തകർന്ന കെട്ടിടമുണ്ട്. അവിടെ ഞാനുണ്ടാകും. ശരി, ഞാൻ വരാം. ഗീത ഫോൺ വെച്ച ഉടനെ റിസപ്ഷനിലെ ടെലിഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന യുവതി ഒരു നമ്പർ ഡയൽ ചെയ്തു. മണിയടിച്ചത് ജയപ്രകാശിന്റെ ബംഗ്ലാവിലാണ്. ഹലോ, യമുനയാണ് അറ്റൻഡ് ചെയ്തത്. ഹലോ, അത്യാവശ്യമായി സഞ്ജയ് സാറിനെ വേണം. ആരാണെന്ന് പറയണം. കോൺഫിഡൻഷ്യലാണ്. യമുന റിസീവർ വെച്ചിട്ട് സഞ്ജയിനെ വിളിച്ചു. യമുനയ്ക്ക് ആ സ്ത്രീയുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സഞ്ജയ് സംസാരിക്കുന്നതെന്താണെന്ന് അയാൾ അറിയാത്ത ഭാവത്തിൽ ശ്രദ്ധിച്ചു. കൃത്യസമയത്ത് തന്നെ ഗീത തുരുമ്പ് പിടിച്ചു കിടക്കുന്ന റെയിൽ വാഗനുകൾക്കിടയിലൂടെ ആ ഗോഡൌണിൽ വന്നു. അതിനുള്ളിൽ ഉപയോഗമില്ലാത്ത വളരെയധികം സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നു. തകർന്ന വാതിലിലൂടെ കൂറ്റൻ ഗോഡൌണിൽ കടന്നപ്പോൾ ഭിത്തിയുടെ വിടവിലൂടെ വന്ന വെളിച്ചത്തിൽ ഒരു കാൽപ്പാട് അവൾ കണ്ടു. പൊടിയുടെ ഗന്ധം, എങ്ങും മാറാലകൾ. ഞാനിവിടെയുണ്ട്. ശബ്ദം കേട്ട് ഗീത തിരിഞ്ഞു നോക്കി. ഒരു വീപ്പയുടെ മറവിൽ നിന്ന് അർജുൻ വന്നു. അവൾ അടുത്തു ചെന്നു. പെട്ടെന്നൊരു ശബ്ദം അവൾ കേട്ടു. അർജുൻ ഗീതയെ തട്ടിയിട്ടുകൊണ്ട് വാതിലിന് നേരെ കുതിച്ചു.
അടി തെറ്റിയതുപോലെ ഗീത മലച്ചു വീണു. ക്യാമറയും ടോപ്പ് റെക്കോർഡറും പിടിവിട്ടുപോയി. പൊടി ഉയർന്ന് അവളുടെ കണ്ണുകളിൽ വീണു. ആരൊക്കെയോ ഓടുന്ന ശബ്ദം കേട്ടതല്ലാതെ അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അധ്യായം 19. വീണ് കിടക്കുന്ന അർജുന്റെ നേരെ തോക്കുചൂണ്ടി നിൽക്കുന്ന സഞ്ജയനെ കണ്ടപ്പോൾ ഗീതയുടെ കരള് പിടച്ചു. താൻ കാരണം അർജുൻ മരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അരുത്! അവൾ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ക്യാമറയും ഹാൻഡ് ബാഗുമെല്ലാം അവൾ മറന്നുപോയി. എഴുന്നേറ്റ് നിവർന്ന അവൾ അടിയേറ്റ് തിരിഞ്ഞു നോക്കി. റോട്ടസിന്റെ ക്രൂരഭാവം നിറഞ്ഞ മുഖം അവൾ കണ്ടു. നീ ഈ കൊലയാളിയെ കൂട്ടുപിടിച്ച് ഞങ്ങളെ ഓരോരുത്തരെയായി കൊല്ലുകയാണല്ലേടി? റോട്ടസ് ഗീതയുടെ കരളത്ത് ആഞ്ഞടിച്ചു. അവൾ കറങ്ങി തറയിൽ വീണ് പൊടി പറത്തിക്കൊണ്ട് പിടഞ്ഞു. പിന്നെ ബോധമറ്റ് കിടന്നു. ബ്രൂട്ടസിന്റെ കണ്ണുകൾ ആ ലേഡി ജേർണലിസ്റ്റിന്റെ അംഗപ്രത്യംഗം തഴുകി. അവൾ വളരെ വിലപിടിച്ചതാണെന്നും അവളെ കൈവിട്ട് കളയരുതെന്നും അപ്പോഴയാൾക്ക് തോന്നി. ഗീത വീഴുന്നത് കണ്ട് അർജുൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അനങ്ങരുത്! സഞ്ജയ് മുരണ്ടു. അമ്മയുടെയും പെങ്ങളുടെയും കണക്ക് പറഞ്ഞ് നീ ഞങ്ങളോട് പ്രതികാരം ചെയ്യുകയാണല്ലേടാ? അർജുൻ അവന്റെ കണ്ണുകളിൽ നോക്കി. അതെ, ഞാൻ നിന്റെ പെങ്ങളെ പിഴപ്പിച്ചതാ. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നവരും അവരെ പങ്കുവച്ചു. സഞ്ജയ് പറഞ്ഞു. നിനക്കിന് സംശയം വേണ്ട. ഞാൻ അവളെ ജീവനോടെ ചുട്ടുകൊന്നു. മറ്റു മാർഗമില്ലായിരുന്നടാ അർജുന. പക്ഷെ നീ എന്റെ ചേട്ടനെ കൊന്നതിന് മാപ്പില്ല. ഞങ്ങളെപ്പോലെ അധികാരവും പണവും ഉള്ളവർ പലതും ചെയ്യും. ഞങ്ങളോട് കളിച്ചാലുണ്ടല്ലോ, കാച്ചിക്കളയും. ദാ ഇതുപോലെ. സഞ്ജയിന്റെ വിരൽ ട്രിഗറിൽ അമരുന്നത് അയാൾ കണ്ടു. റിവോൾവറിന്റെ സിലിണ്ടർ ഒന്ന് കറങ്ങി. വെടി പൊട്ടുന്നതിന് മുമ്പ് അർജുൻ ഒന്ന് പിടച്ചു. അനങ്ങരുത്! തോക്ക് അവന്റെ തലയ്ക്ക് ചൂണ്ടി സഞ്ജയ് മുരണ്ടു. സഞ്ജയ് കുഞ്ഞെ! ബ്രൂട്ടസ് അവിടേക്ക് വന്നു. അവൻ കാറിൽ വെച്ച് എന്റെ തല ഇടിച്ചു പൊളിച്ചവന്. കൊല്ലുന്നതിന് മുമ്പ് ആ ഇടി എനിക്ക് തിരിച്ചു കൊടുക്കണം. വേഗമാകട്ടെ! ഇവനെ ജീവനോടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ വേണം. ബ്രൂട്ടസ് ബൂട്ടുകൊണ്ട് അർജുനെ തൊഴിച്ചു. അയാൾ കിടന്ന് പിടഞ്ഞുപോയി. എന്റെ കഴുത്തിൽ തോക്ക് വെച്ച നായിന്റെ മോനെ, നീ രക്ഷപ്പെട്ടത്. ഒരു ദിവസം നിന്നെ എന്റെ കയ്യിൽ കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ബ്രൂട്ടസ് അലറി. നിന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ചാൽ എനിക്ക് പ്രമോഷൻ കിട്ടും. പക്ഷേ നിന്നെ ഞാൻ കൊന്നാണ് കൊണ്ടുപോകുന്നത്. ഭയങ്കരമായ ഓപ്പറേഷനിടയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയും. ബ്രൂട്ടസ് അർജുന്റെ കയ്യിൽ ചവിട്ടി ഞെരിച്ചു. അയാൾ പല്ല് കടിച്ച് പിടിച്ചതല്ലാതെ കരഞ്ഞില്ല. സഞ്ജയ് അയാൾ പിടയ്ക്കുന്നത് നോക്കി നിന്നു. മുസ്തഫയുടെ തല നീ തകർത്തില്ലേടാ? ബ്രൂട്ടസ് അലറിക്കൊണ്ട് അർജുന്റെ മുഖത്ത് ആഞ്ഞു ചവിട്ടി. മുടിയിട കൊണ്ട് അർജുൻ മുഖം വെട്ടിച്ചു മാറ്റി. കാലുയർത്തി സഞ്ജയിനെ ഒറ്റ ചവിട്ട്. തോക്ക് പിടിവിട്ടുപോയി. സഞ്ജയ് പിന്നോട്ട് വേച്ചു വീണു. വീണ്ടും ആഞ്ഞു ചവിട്ടിയ ബ്രൂട്ടസിന്റെ കാലിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് മറ്റേ കാലിൽ ആഞ്ഞു ചവിട്ടി. ബ്രൂട്ടസ് സഞ്ജയിന്റെ മുതുകിലേക്ക് വീണു. ബ്രൂട്ടസ് ബന്ധപ്പെട്ട് എഴുന്നേറ്റപ്പോഴേക്കും അർജുൻ തറയിൽ കിടന്ന റിവോൾവർ തൊഴിച്ചു തെറിപ്പിച്ചിട്ട് അയാളുടെ തലയ്ക്ക് ആഞ്ഞിടിച്ചു. തറയിൽ കിടന്ന ഇരുമ്പ് കമ്പി കൊണ്ട് അയാൾ അവരെ നേരിട്ടു. സഞ്ജയും വീപ്പകൾക്കിടയിൽ നിന്ന് ഒരു കമ്പി കണ്ടെടുത്ത് അർജുനെ നേരിട്ടു. ബ്രൂട്ടസ് ബെൽറ്റിലെ ഉറയിൽ നിന്ന് റിവോൾവർ എടുത്തു. ഒരു വെടിയുണ്ട അർജുന്റെ തലയോട് ചേർന്ന് പാഞ്ഞുപോയി. അടുത്ത നിറയൊഴിക്കുന്നതിന് മുമ്പ് ഒരടിയേറ്റ് ബ്രൂട്ടസിന്റെ കൈ പൊട്ടിച്ചോര ചീറ്റി. തെറിച്ചു വീണ റിവോൾവറിന്റെ നേരെ സഞ്ജയ് വീണു. കയ്യിലിരുന്ന ഇരുമ്പ് കമ്പി കൊണ്ട് അർജുൻ അയാളുടെ കാലിൽ ആഞ്ഞു കുത്തി. സഞ്ജയ് വേദനയോടെ പിടച്ചു. അയാളുടെ തുടയിൽ തറഞ്ഞു കയറിയ തുരുമ്പ് പിടിച്ച ഇരുമ്പ് കമ്പി വലിച്ചൂരിയെടുക്കാൻ അർജുൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തോക്ക് പൊടിയിൽ മറഞ്ഞുപോയി. അർജുൻ ബ്രൂട്ടസിനെ നേരിട്ടു. ചീറ്റപ്പുലികളെ പോലെ ഇരുവരും പോരാടി. ആ ഗോഡൌണിൽ പൊടി ഉയർന്ന് യുദ്ധക്കളത്തിലെ പുക പോലെയായി. വെടിയൊച്ച കേട്ട് ഗീത കണ്ണു തുറന്നു. ബ്രൂട്ടസിന്റെ ഒരടിയേറ്റ് അർജുന്റെ വായിൽ നിന്ന് ചോര തെറിച്ചു. അയാൾ തലമന്തിച്ച് തറയിലേക്ക് വീണു. ബ്രൂട്ടസേ, എന്റെ കാല്! തുടയിൽ തറച്ചു കയറിയ കമ്പിയുമായി എഴുന്നേൽക്കാൻ പണിപ്പെടുന്ന സഞ്ജയനെ അയാൾ കണ്ടു. ബ്രൂട്ടസ് വേഗം ചെന്ന് കമ്പി ബലമായി വലിച്ചൂരിയെടുത്തു. സഞ്ജയ് നിലവിളിച്ചു പോയി. അർജുൻ രക്ഷപ്പെട്ടോളൂ! ഗീത അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ബ്രൂട്ടസ് കമ്പി വടി കൊണ്ട് ഗീതയെ നേരിട്ടു. പക്ഷേ അവൾ തിരിഞ്ഞ് അയാളുടെ കയ്യിൽ പിടിച്ച് കുനിഞ്ഞ് തലയ്ക്ക് മുകളിലൂടെ വലിച്ചെറിഞ്ഞു. ആക്രമണ രീതി കണ്ടപ്പോൾ അവളൊരു ജൂഡോ അഭ്യാസിയാണെന്ന് ബ്രൂട്ടസിന് മനസ്സിലായി. അർജുൻ എഴുന്നേറ്റ് അയാളെ അടിച്ചു. ബ്രൂട്ടസ് കറങ്ങി തറയിൽ വീണു. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം, അർജുൻ ഗീതയോട് പറഞ്ഞു. നമ്മളിവിടെ കണ്ടുമുട്ടുമെന്ന കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? അർജുൻ മുഖത്തെ പൊടി തുടച്ചു. എനിക്കറിയില്ല. നിങ്ങളുടെ ഓഫീസിൽ ചാരന്മാരുണ്ടോ? ഇതുവരെ ഞാനങ്ങനെ കരുതിയിരുന്നില്ല. ഗീത ബാഗും ക്യാമറയും എടുക്കാനായി ചെന്നു. അർജുൻ തിടുക്കം കൂട്ടിക്കൊണ്ട് വാതിൽക്കലേക്ക് ചെന്നു. പെട്ടെന്ന് ബ്രൂട്ടസ് തോക്ക് കണ്ടെടുത്ത് ഗീതയുടെ പിന്നിലെത്തി. അവളുടെ തലയിൽ പിടിച്ച് തോക്കിൻ കുഴൽ അവളുടെ ചെവിക്കകത്ത് മുട്ടിച്ചുകൊണ്ട് അർജുനോട് നിർദ്ദേശിച്ചു. നില്ലടാ അവിടെ, അല്ലെങ്കിൽ ഇവളിപ്പോൾ ചത്തുവീഴും. അർജുൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തോക്കിൻ മുനയിൽ
കോർത്ത പോലെ കണ്ണുമിഴിച്ച് പിടയുന്ന ഗീതയെയാണ് കണ്ടത്. കൊല്ലടാ ബ്രൂട്ടസേ, അവളെയും അവനെയും കൊല്ല്, കൊല്ലടാ. സഞ്ജയ് അലറി. അർജുൻ ഇത് കർത്തവ്യതാമൂഢനായി തരിച്ചു നിന്നു. അയാൾക്ക് ഭിത്തിയുടെ പൊട്ടിയ വിടവിലൂടെ വെളിയിലേക്ക് ചാടാം, പക്ഷേ ആ പെൺകുട്ടി കൊല്ലപ്പെടും. അർജുൻ തിരിഞ്ഞു. നിനക്കെന്താ വേണ്ടത് ബ്രൂട്ടസേ? അർജുൻ ചോദിച്ചു. ബ്രൂട്ടസേ, കിൽ ദാറ്റ് ബാസ്റ്റഡ്, സഞ്ജയ് അലറി. അയാൾ ചുറ്റും നോക്കി. അപ്പോൾ തന്റെ തോക്ക് കിടക്കുന്നത് കണ്ടു. അയാൾ ബന്ധപ്പെട്ട് ചെന്ന് തോക്കെടുത്തു. സഞ്ജയ് തോക്കുമായി തിരിഞ്ഞപ്പോൾ ഷട്ടർ തുറക്കുന്ന ശബ്ദം കേട്ടു. ഡെപ്യൂട്ടി കമ്മീഷണർ കെന്നഡി അവിടേക്ക് വരുന്നത് കണ്ട അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സഞ്ജയ്, അരുത്, തോക്ക് താഴെയിട്, കെന്നഡി നിർദ്ദേശിച്ചു. പോടോ താൻ, എന്റെ ചേട്ടനെ കൊന്നവനെ ഞാൻ കൊല്ലും. സഞ്ജയ് നിറയൊഴിക്കുന്നതിന് മുമ്പ് കെന്നഡി അടുത്തെത്തി തോക്ക് ബലമായി പിടിച്ചു വാങ്ങി. അയാൾക്ക് മുറിവേറ്റ കാൽ തറയിൽ കുത്താൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ നടത്താൻ കഴിഞ്ഞില്ല. ബ്രൂട്ടസേ, അവളെ വിട്, കെന്നഡി നിർദ്ദേശിച്ചു. സാർ, ഇവളാണ് അർജുനെ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഞങ്ങളത് കണ്ടുപിടിച്ചു. ഇവരെ ശിക്ഷിക്കണം. അത് കള്ളമാണ്. ഞാൻ അർജുനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഞാൻ ആരെയും ഒളിപ്പിച്ചിട്ടില്ല. അർജുൻ എവിടെയാണെന്നറിയാമായിരുന്നിട്ടും നീ പോലീസിനെ വിവരമറിയിച്ചില്ല. ക്രിമിനലുകളെ പിടിക്കുന്നത് ജേർണലിസ്റ്റിന്റെ ജോലിയല്ല, ഗീത പറഞ്ഞു. കെന്നഡി ഗീതയെ അയാളുടെ പിടിയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. ബ്രൂട്ടസ് അർജുനെ വെടിവെച്ചു. അയാൾ മാറിയതുകൊണ്ട് ഉന്നം തെറ്റി. കെന്നഡി ഗീതയെ ബലമായി മോചിപ്പിച്ചുകൊണ്ടലറി. ആ തോക്ക് നിന്റെ ഉറയിലിട് ബ്രൂട്ടസേ. ബ്രൂട്ടസേ, ഷൂട്ട് ദാറ്റ് ബാസ്റ്റഡ്, സഞ്ജയ് മുരണ്ടു. ബ്രൂട്ടസ് തോക്ക് കെന്നഡിയുടെ നേരെ തിരിച്ചു. ഞാനൊരു കുറ്റവാളിയെ പിടിക്കാൻ തുടങ്ങുമ്പോൾ താൻ തടയുന്നു. തനിക്ക് ആളാകാൻ വേണ്ടി ഞങ്ങളെ പോലെയുള്ളവരെ തടയുന്നു. ഡേർട്ടി ഡെവിൾ. അയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കെന്നഡി തോക്ക് പിടിച്ച് കൈ ബലമായി മുകളിലേക്ക് തിരിച്ചു. ആസ്ബറ്റോസ് ഷീറ്റ് വെടിഞ്ഞു. പരുന്തിന്റെ കാലുപോലെ ആകാശം കാണപ്പെട്ടു. ബ്രൂട്ടസ് ഒരു സത്യസന്ധനായ ഓഫീസറായിരുന്നെങ്കിൽ പോലീസുകാരെയും കൂട്ടിയേ വരുമായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങളിപ്പോൾ വന്നത് സഞ്ജയിന്റെ കൂലിക്കൊലയാളിയായിട്ടാണ്. യു ആർ എ ക്രിമിനൽ. താൻ ആരുടെ നേരെയാണ് തോക്കു ചൂണ്ടി സംസാരിച്ചതെന്നറിയാമോ? യു ആർ അണ്ടർ സസ്പെൻഷൻ. ബ്രൂട്ടസിന്റെ റിവോൾവർ അയാൾ ബലമായി വാങ്ങിച്ചു. ബ്രൂട്ടസ് ഭയന്നുപോയി. ഈ സമയം അർജുൻ വെളിയിലേക്ക് കുതിച്ചു. അർജുൻ, ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ നിന്നെ ഞാൻ ചുടും, കെന്നഡി അലറി. അർജുൻ നിന്നു. താൻ അങ്ങനെ അവനെ പിടിക്കണ്ട. ബ്രൂട്ടസ് കെന്നഡിയുടെ മുഖത്തടിച്ചു. പക്ഷേ കരുതലോടെ നിന്ന കെന്നഡി ഒഴിഞ്ഞു മാറി. തോക്കിന്റെ പാത്തി കൊണ്ട് അയാളുടെ മുഖത്തടിച്ചു. ബ്രൂട്ടസിന്റെ വായിൽ നിന്ന് ചോര ചിതറി. ആ സമയം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച അർജുന്റെ മുന്നിലെ ഭിത്തിയിലൊരു വെടിയുണ്ട തറച്ചു. അയാൾ നടുങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ കെന്നഡിയുടെ മറ്റേ കൈയിലും തോക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. തല മരവിച്ചതുപോലെ നിന്ന ബ്രൂട്ടസിനെ കെന്നഡി ഒറ്റച്ചവിട്ടിന് വീഴിച്ചു. വീപ്പകൾക്കിടയിലേക്ക് അയാൾ വീണു. ഹാൻഡ് കഫുമായി കെന്നഡി അർജുന്റെ മുന്നിലെത്തി. എന്നോട് ചലഞ്ച് ചെയ്തവനല്ലേ നീ? നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അർജുൻ കെന്നഡിയെ തുറച്ചു നോക്കി. ചോര ഒഴുകുന്ന കാൽ വലിച്ചുകൊണ്ട് സഞ്ജയ് ഒരു കമ്പി ഓങ്ങി കെന്നഡിയുടെ നേരെ കുതിച്ചു വന്നു. ആ അടിയേറ്റാൽ തല പൊട്ടിച്ചിതറുമായിരുന്നു. അർജുനാണ് അയാളെ കണ്ടത്. അയാൾ കെന്നഡിയെ തള്ളി മാറ്റിക്കളഞ്ഞു. വിലങ്ങിട്ട കൈകൊണ്ട് തടുത്തെങ്കിലും അടിയേറ്റ് അർജുൻ വീണുപോയി. സഞ്ജയ് കെന്നഡിയുടെ നേരെ കമ്പി വീശി തിരിഞ്ഞപ്പോൾ ഗീത പിന്നിൽ നിന്ന് അതിൽ പിടിച്ചു. സഞ്ജയ് വിടുവിക്കാൻ ശ്രമിച്ചു. ഗീത ക്യാമറ കൊണ്ട് അയാളെ തലക്കടിച്ചു. അയാൾ പൊടിയിലേക്ക് വീണു. നിങ്ങളുടെ തല അവനടിച്ച് പൊട്ടിക്കുന്നത് എനിക്ക് നോക്കി നിൽക്കാമായിരുന്നു, അർജുൻ കെന്നഡിയോട് പറഞ്ഞു. അയാളുടെ കൈ മുറിഞ്ഞ് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും നീ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുന്നില്ല അർജുൻ. കെന്നഡി അയാളുടെ ചുമലിൽ പിടിച്ചു. പെട്ടെന്ന് 1-2 പ്രാവശ്യം ഫ്ലാഷ് മിന്നി. കെന്നഡിയും അർജുനും തിരിഞ്ഞു നോക്കി. വീപ്പകൾക്കപ്പുറത്തെ മാറാലകൾ മാറ്റി തകർന്ന ജനലിലൂടെ അവൾ വെളിയിലേക്ക് ചാടുന്നത് കണ്ടു. കെട്ടിടങ്ങൾക്കിടയിൽ നിഴൽ വീണിരുന്നു. അർജുനുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം അവൾക്കുണ്ടായിരുന്നു. മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളാണ് കഴിഞ്ഞ 20 മിനിറ്റ്. ഹാൻഡ് ബാഗിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിന്ന ടേപ്പ് റെക്കോർഡർ അവൾ എടുത്തു. അപ്പോഴത് പ്രവർത്തിക്കുന്നത് കണ്ടു. അർജുന്റെ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യാനിരുന്ന അത് തന്റെ കയ്യിൽ നിന്ന് വീണപ്പോഴായിരിക്കണം ഓണായത്. ഗീത റെയിൽവേ ലൈൻ കടന്ന് ഒരിടത്ത് ഇരുന്നു. ദേഹം മുഴുവൻ വേദനയാണ്. ടേപ്പ് റിവൈൻഡ് ചെയ്ത ശേഷം പ്ലേ ചെയ്തു. അതിൽ നിന്ന് കേട്ട ശബ്ദം അവളെ അമ്പരപ്പിച്ചു കളഞ്ഞു. അതെ, ഞാൻ നിന്റെ പെങ്ങളെ പഴപ്പിച്ചതാ. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നവരും അവരെ പങ്കുവച്ചു. നിനക്കിനി സംശയം വേണ്ട. ഞാനവരെ ജീവനോടെ ചുട്ടുകൊന്നു. മറ്റു മാർഗമില്ലായിരുന്നടാ അർജുന. സഞ്ജയിന്റെ ഭീഷണി ശബ്ദം. ഇതിനേക്കാൾ വലിയ തെളിവെനിക്ക് എന്താണ് വേണ്ടത്? ഗീത സന്തോഷം കൊണ്ട് മതിമറന്ന് സ്വരമുയർത്തി ചോദിച്ചു.
ഗീതയുടെ വിവരണം കേട്ട് ചീഫ് എഡിറ്റർ ചുമ്മാർ അഭിനന്ദിച്ചു. ഗീതേ, ഇത് വെച്ച് നമ്മൾ കലക്കും. എന്റെ പത്രം പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ജയപ്രകാശ് പത്രത്തിന്റെ വിലയെന്താണെന്ന് അറിയട്ടെ. അദ്ദേഹം പറഞ്ഞു. ഗീതേ, നമ്മൾ ന്യൂസ് അച്ചടിക്കുക മാത്രമല്ല, നമ്മുടെ വായനക്കാരെ ഈ ഭീഷണി ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യും. കേൾക്കണമെന്നുള്ളവർ നമ്മുടെ ഒരു നമ്പറിൽ ഫോൺ ചെയ്താൽ മതി. കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ആ ശബ്ദം കേൾക്കാം. അതോടെ നമ്മുടെ പത്രം കള്ളമല്ല പറയുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും. വണ്ടർഫുൾ ഐഡിയ സാർ, ഗീത പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പത്രം ഇങ്ങനെ ചെയ്യുന്നത്. ഗീത അവിടെ അർജുനെ കണ്ടുമുട്ടുമെന്ന് ബ്രൂട്ടസും സഞ്ജയും എങ്ങനെ അറിഞ്ഞുവെന്നാണ് മനസ്സിലാകാത്തത്. ഇവിടെ നിന്നാണത് ചോർന്നത്. നമുക്ക് നമ്മുടെ സ്റ്റാഫിനെ വിശ്വസിക്കാമോ സാർ? നിഷയായിരുന്നു അപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ. ഫിലിപ്പ് ചുമ്മാർ ടെലിഫോൺ ഓപ്പറേറ്ററെ വിളിച്ച് കമ്പ്യൂട്ടറിൽ നിന്ന് ഔട്ട് ഗോയിങ് കോളുകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു. ഗീത കസേര വലിച്ച് മോണിറ്റർ കാണത്തക്ക വിധം അടുത്തിരുന്നു. കമ്പ്യൂട്ടറിൽ ഔട്ട് ഗോയിങ് നമ്പറുകളും അത് ഏത് സെക്ഷനിൽ നിന്ന് ആര് വിളിച്ചതാണെന്ന് തെളിയാൻ തുടങ്ങി. തന്നെ അർജുൻ വിളിച്ച സമയം വന്നപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു നമ്പറിലേക്ക് വിരൽ തൊട്ട് ഗീത പറഞ്ഞു. സാർ, ഇത് ജയപ്രകാശിന്റെ റെസിഡൻസ് ലൈനാണ്, അതായത് സഞ്ജയന്റെ ഫോൺ. അർജുൻ എന്നെ വിളിച്ചതിന് തൊട്ടു പിന്നാലെയാണിത്. റിസപ്ഷനിൽ നിന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അതായത് നിഷ അവർക്ക് വേണ്ടി ചാരപ്പണി നടത്തുകയായിരുന്നു. ഷുവർ. വിവരമറിഞ്ഞ സഞ്ജയ് ബ്രൂട്ടസിനെയും കൂട്ടി പ്രതികാരത്തിനായി എത്തി. ബ്ലഡി ബീച്ച്. ഫിലിപ്പ് ചുമ്മാർ പ്രൈവറ്റ് ഫോണെടുത്ത് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു. നിഷ എവിടെയാണെന്ന് അന്വേഷിക്കൂ. അദ്ദേഹം ഫോൺ കട്ട് ചെയ്തിട്ട് ഗീതയെ നോക്കി. ജോൺ കെന്നഡി എങ്ങനെ ആ ഗോഡൌണിൽ എത്തിയതെന്നാണ് മനസ്സിലാകാത്തത്. അയാൾ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഗീതയും അർജുനും കൊല്ലപ്പെട്ടുവെന്ന വാർത്ത എനിക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വരുമായിരുന്നു. ഗീതയും അത് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരുന്നത്. സഞ്ജയിന് ഫോൺ ചെയ്ത നിഷ കമ്മീഷണർക്കും വിവരം കൊടുത്തു. പക്ഷേ കെന്നഡിയുടെ ഓഫീസിലെയോ വീട്ടിലെയോ നമ്പറുകളിൽ ഒരു കോൾ പോയിട്ടില്ലല്ലോ. ഗീത മോണിറ്ററിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. സഞ്ജയുമായി ബന്ധമുള്ള നിഷ ഒരിക്കലും കെന്നഡിക്ക് ഫോൺ ചെയ്യില്ല. ഫിലിപ്പ് ചുമ്മാർ പറഞ്ഞു. അവൾ നമ്മുടെ ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്തതാണ് അബദ്ധമായത്. വെളിയിൽ പോയി ഫോൺ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നില്ല. എത്ര വിദഗ്ധമായി കുറ്റം ചെയ്യുന്നവർക്കും ഒരു പിഴവ് പറ്റും സാർ. ഹോസ്പിറ്റലിൽ പോലീസ് കാവലിൽ കിടക്കുകയായിരുന്നു അർജുൻ. അയാളുടെ കയ്യിലെ മുറിവിൽ മരുന്ന് വെച്ചിരിക്കുന്നു. മറ്റേ കൈ ഇരുമ്പ് കട്ടിയുമായി വിലങ്ങിട്ട് ബന്ധിച്ചിരിക്കുന്നു. അയാൾ വളരെ പ്രയാസപ്പെട്ട് പത്രം നിവർത്തി വായിച്ചു. അർജുൻ അറസ്റ്റിൽ. അർജുന്റെ സഹോദരിയെയും അമ്മയെയും അപമാനിച്ച ശേഷം കൊന്നത് സഞ്ജയ് സമ്മതിക്കുന്നു. CI വീരരാഘവക്കുറുപ്പിന് ആ കൊലയുമായി ബന്ധം. സർക്കിൾ ഇൻസ്പെക്ടർ ബ്രൂട്ടസ് സസ്പെൻഷനിൽ. സഞ്ജയന്റെ ഭീഷണി ഫോണിൽ കേൾക്കാമെന്ന് വായിച്ച അർജുന് അത്ഭുതം തോന്നി. അയാൾ ജിജ്ഞാസയോടെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ജനലിനടുത്തു നിന്ന് ഒരാൾ അയാളെ തറപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ. അധ്യായം 20. പത്രം മടക്കി ബെഡിലിട്ടിട്ട് അർജുൻ തനിക്ക് കാവൽ നിന്ന പോലീസുകാരനെ നോക്കി. അയാൾ അവിടെയില്ല. തണുത്ത കാറ്റ് മുഖത്തടിച്ചപ്പോൾ അർജുൻ ജനലിന് നേരെ മുഖം തിരിച്ചു. തന്നിൽ തന്നെ തറച്ചിരിക്കുന്ന ജ്വലിക്കുന്ന കണ്ണുകൾ അയാളെ പരിഭ്രാന്തനാക്കി. അവളുടെ മുഖത്തേക്കയാൾ കണ്ണുകളടച്ച് തുറന്ന് വീണ്ടും വീണ്ടും നോക്കി. വല്ലാത്തൊരമ്പരപ്പും വിളർച്ചയും അയാളുടെ മുഖത്തുണ്ടായി. ഭയവും നടുക്കവും എല്ലാം. അവളുടെ മുടിയിഴകൾ കാറ്റിൽ പ്രേതത്തിൻ്റെതുപോലെ ഇളകി. അനു. പെട്ടെന്നയാൾ ബെഡിൽ നിന്ന് ചാടി എണീറ്റ് അവളുടെ അടുത്തെത്താനായി കുതിച്ചു. ഇരുമ്പ് കട്ടിൽ അയാളോടൊപ്പം നിരങ്ങി ശബ്ദമുണ്ടായി. അയാളുടെ കയ്യിലെ വിലങ്ങ് കട്ടിലുമായി ബന്ധിച്ചിരുന്നു. കൈ വേദനിച്ചെങ്കിലും വിലങ്ങഴിക്കാൻ വേണ്ടി അയാൾ കുടഞ്ഞു. അടുത്തുണ്ടായിരുന്ന ബെഡിലെ ആളുകൾ അയാളെ ശ്രദ്ധിച്ചു. അകലെ നിന്ന് അയാളെ നിരീക്ഷിച്ചിരുന്ന 2 കോൺസ്റ്റബിൾമാരും ഓടിയെത്തി. എന്താടാ? അവർ ചോദിച്ചു. ജനലഴികളിൽ പിടിക്കാതെ അയാളുടെ പരിഭ്രാന്തി നോക്കി നിർനിമേഷയായി നിൽക്കുകയാണ് ആ സ്ത്രീ. അർജുൻ കട്ടിൽ വലിച്ചുകൊണ്ട് ജനലിനടുത്തെത്താൻ ശ്രമിച്ചു. അവൾ അവിടെ നിന്ന് തിരിഞ്ഞുപോയി. വിളിക്കൂ, അവളെ വിളിക്കൂ, അയാൾ അലറി. അവൾ ആരാ നിന്റെ? കോൺസ്റ്റബിൾ ചോദിച്ചു. അവളെ വിളിക്കാൻ. എനിക്ക് അവളോട് സംസാരിക്കണം. അർജുൻ കട്ടിൽ വലിച്ചുകൊണ്ട് വാതിൽക്കലേക്ക് പോകാൻ ശ്രമിച്ചു. ഇവിടെ ഇരിക്കടാ. പോലീസുകാർ അയാളെ കട്ടിലിനോടൊപ്പം ബലമായി പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. നിന്റെ ശൃംഗാരമൊക്കെ ജയിലിൽ ചെന്ന് കഴിഞ്ഞ്. ഏതാടാ അവള്? ജയിലിലുണ്ടായിരുന്നതാണോ അതോ? കോൺസ്റ്റബിൾ അർദ്ധോക്തിയിൽ നിർത്തി. ഞാനൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ ഇവന്റെ ഗ്യാങ്ങിൽപ്പെട്ടതായിരിക്കും.
ഒരു കോൺസ്റ്റബിൾ പുറത്തേക്ക് പോയി. വരാന്തയിലൂടെ അയാളുടെ ബോട്ടിന്റെ ശബ്ദം അകന്നുപോയി. അർജുൻ വാതിൽക്കലേക്ക് നോക്കി. ഈ വിലങ്ങ് 5 മിനിറ്റ് നേരത്തേക്ക് അഴിച്ചു തരാമോ? ഞാൻ അവളോട് ഒന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് ഇവിടെ കിടന്നോളാം. സംസാരിച്ചിട്ടോ കൊന്നിട്ടോ? കോൺസ്റ്റബിൾ ചോദിച്ചു. കോടതിയിൽ കയറി ജയപ്രകാശിനെ വെടിവെച്ച നീ ആരാ മുതലെന്ന് എനിക്കറിയാം. എന്റെ തൊപ്പി തെറിപ്പിക്കുന്ന പണിയൊന്നും നീ ചെയ്യണ്ട അർജുന. മര്യാദയ്ക്ക് കടക്കട അവിടെ. കോൺസ്റ്റബിൾ അവനെ ബെഡിലേക്ക് തള്ളിയിട്ടു. വേദന കൊണ്ടയാൾ പല്ലി ഞെരിച്ചു. വരാന്തയിൽ ബോട്ടുകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ടു. കോൺസ്റ്റബിൾ അനുവിനെ കൂട്ടുകൊണ്ടു വരികയാണെന്ന പ്രതീക്ഷയോടെ അർജുൻ അവിടേക്ക് നോക്കി. സഞ്ജയ് നടന്നു വന്നു. വെളുത്ത ഷോർട്സാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. നീല ജാക്കറ്റും. തുടയിൽ മരുന്ന് വെച്ച് കെട്ടിയിരിക്കുന്നു. നിറയെ കറുത്ത രോമങ്ങളാണ് അയാളുടെ കാലിൽ. ആ കാൽ നിലത്ത് മുട്ടാതെ വടികുത്തിയാണ് അയാൾ നടക്കുന്നത്. അർജുനും സഞ്ജയും പരസ്പരം കണ്ടു. വടികുത്തി അയാൾ ബെഡിനടുത്തേക്ക് വന്നു. സാർ, കോൺസ്റ്റബിൾ ഭവ്യതയോടെ ചുരുണ്ടുകൂടി. താൻ വരാന്തയിലേക്ക് ഇറങ്ങി നിൽക്ക്. എനിക്ക് ഇവനുമായി സംസാരിക്കണം. കോൺസ്റ്റബിൾ പുറത്തുപോയി. അടുത്തുള്ളവർ സഞ്ജയിനെ പറ്റി അടക്കം പറയുന്നത് കേട്ടു. എഴുന്നേൽക്കാൻ തുടങ്ങിയ അർജുന്റെ കഴുത്തിൽ സഞ്ജയിന്റെ കൈവിരലുകൾ അമർന്നു. മറുകൈയിൽ വടി കുത്തിപ്പിടിച്ച് അയാൾ അർജുനോട് പറഞ്ഞു, നീ എന്റെ തുടയിൽ കുത്തിയിറക്കിയ ഇരുമ്പ് തണ്ട് ചങ്കിൽ കുത്തണമായിരുന്നു. എന്നെ നിനക്കോ നിന്റെ കൂടെയുണ്ടായിരുന്ന ആ വ്യഭിചാരി പെണ്ണിനോ തോൽപ്പിക്കാൻ പറ്റില്ല. നീയും അവളും കൂടി എന്നെ അപമാനിക്കാവുന്നതിന്റെ പരമാവധി ചെയ്തു അല്ലേടാ നായെ. അർജുൻ കുതറിയെങ്കിലും അയാൾ വിട്ടില്ല. ബെഡിലേക്ക് പിന്നീട് തള്ളിയിട്ടു. നിന്നെ ഞാനിവിടെ ഇട്ട് ചുടുന്നത് കാണിച്ചു തരട്ടെ. സഞ്ജയ് ജാക്കറ്റിനുള്ളിൽ നിന്ന് കൈത്തോക്കെടുത്ത് ചൂണ്ടി. അടുത്ത ബെഡുകളിൽ കിടന്നവർ ഭയന്ന് വിറച്ചു. സാർ, അരുത് സാർ. കോൺസ്റ്റബിൾ ഓടിവന്ന് സഞ്ജയിനെ തടഞ്ഞു. സഞ്ജയ് അടങ്ങി. നീ പുറത്തു വാ. അർജുന്റെ മുഖത്ത് നോക്കി മുന്നറിയിപ്പ് കൊടുത്തിട്ടയാൾ വടികുത്തി തിരിഞ്ഞ് ചുവട് വെച്ചു. കോൺസ്റ്റബിൾ അയാളെ പറഞ്ഞയക്കാൻ വേണ്ടി പിന്നാലെ ചെന്നു. അർജുന്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അയാൾ എഴുന്നേറ്റു. കട്ടിലിന്റെ അഴികളിൽ പിടിച്ചു. കട്ടിലെടുത്ത് വീശി. അടിയേറ്റ് സഞ്ജയും കോൺസ്റ്റബിളും മുന്നോട്ട് വീണു. സഞ്ജയിന്റെ വടി പിടിവിട്ടുപോയി. കട്ടിൽ വീണപ്പോൾ അർജുൻ അതിലേക്ക് വീണു. ഉടനെ അയാൾ ചാടി എണീറ്റു. നീ ആണാണെങ്കിൽ ഇപ്പോൾ എന്നെ കൊല്ല്, അല്ലെങ്കിൽ എന്നെ അഴിച്ചുവിട്. നിന്നെ ഞാൻ കാണിച്ചു തരാം. MP-യുടെയോ മുഖ്യമന്ത്രിയുടെയോ മകനായിട്ട് കാര്യമില്ലടാ. വാക്കിനുറപ്പുണ്ടാകണമെങ്കിൽ തന്തയ്ക്ക് പിറക്കണം. അർജുൻ അലറി. സഞ്ജയ് നിരങ്ങി ഭിത്തിയിൽ പിടിച്ച് എഴുന്നേറ്റുകൊണ്ട് തോക്കെടുത്തു. അപ്പോൾ കെന്നഡി വരുന്നത് അയാൾ കണ്ടു. കെന്നഡിയെ കണ്ടപ്പോൾ അയാൾ പതറിപ്പോയി. കോൺസ്റ്റബിൾ ബന്ധപ്പെട്ട് എഴുന്നേറ്റ് സല്യൂട്ടടിച്ചു. അയാളുടെ കൈമുട്ട് പൊട്ടി ചോര പൊടിച്ചു. എന്തോ സംഭവിച്ചുവെന്ന് അകലെ വെച്ച് തന്നെ കെന്നഡിക്ക് മനസ്സിലായിരുന്നു. എന്താടാ? കെന്നഡി അർജുന്റെ നേരെ കത്തുന്ന ഒരു നോട്ടം അയച്ചു. എന്നെ പിടിച്ചു കെട്ടിയിട്ട് കൊല്ലാനാണോ നിങ്ങളിവനെ അയച്ചത്? സഞ്ജയന്റെ നേരെ കൈ ചൂണ്ടി അർജുൻ അലറി. അയാളുടെ മുറിവ് കെട്ടിയിരുന്ന ബാൻഡേജ് നനഞ്ഞ് ചോര വാർന്നൊഴുകി. അതിനാണോ അവന്റെ കാലിൽ നക്കുന്നവരെ കാവലേൽപ്പിച്ചത്? കെന്നഡി കോൺസ്റ്റബിളിനെ നോക്കി. അയാൾ വിറച്ചുപോയി. മോഹലസ്യപ്പെട്ട് വീഴുമെന്ന് തോന്നി. കെന്നഡി സഞ്ജയന്റെ നേരെ തിരിഞ്ഞപ്പോൾ അയാൾ വടികുത്തി നടക്കാൻ തുടങ്ങുകയായിരുന്നു. നിൽക്കവിടെ. സഞ്ജയ് നടങ്ങി നിന്നു. സാർ, എനിക്ക് തെറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. മാനേജിംഗ് എഡിറ്റർ ഫിലിപ്പ് ചുമ്മാറിന്റെ മുന്നിൽ നിന്ന് നിഷ വിറച്ചു. എയർ കണ്ടീഷണറിന്റെ തണുപ്പിലും അവൾ വിയർത്തൊഴുകി. ആ ക്യാബിനിൽ അവരെ കൂടാതെ പേഴ്സണൽ മാനേജർ തരകനും ഉണ്ടായിരുന്നു. താടിയും മീശയും ക്ലീൻ ഷേവ് ചെയ്ത ആ തടിയൻ മാൻഡ്രേക്ക് ചിത്രകഥയിലെ ഹോജോയെ പോലെ തോന്നിക്കും. പത്രത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നത് തെറ്റാണെന്ന് നിഷയ്ക്കറിയില്ലേ? ഫിലിപ്പ് ചുമ്മാർ ചോദിച്ചു ശാന്തനായി. അറിയാം സാർ. നിഷ ചോർത്തിക്കൊടുത്ത വിവരം വെച്ച് സഞ്ജയ് അവിടെ എത്തുമെന്നും അത് നമ്മുടെ റിപ്പോർട്ടർക്ക് ആപത്താകുമെന്നും അറിയില്ലായിരുന്നു. നിഷ മിണ്ടിയില്ല. ജയപ്രകാശും സഞ്ജയും നിനക്ക് എന്ത് പ്രതിഫലം ഓഫർ ചെയ്തിരുന്നു? ഒന്നും തന്നില്ല. പക്ഷെ തരുമായിരുന്നു അല്ലേ? വളരെ അകന്ന ബന്ധുവാണ് സാർ. നമ്മുടെ പത്രം ഒരു കുടുംബം പോലെയാണ്. എല്ലാവരുടെയും ഐക്യമാണ് നമ്മുടെ വളർച്ചയുടെ രഹസ്യം. അതിലൊരാൾക്ക് രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കും അല്ലേ? അവളുടെ മൂളൽ ദുർബലമായിരുന്നു. നമ്മുടെ പത്രം അധർമ്മത്തിന് കൂട്ടുനിന്നല്ല വളർന്നത്. ഒരു ജനദ്രോഹിയെയും സഹായിച്ചിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ കൂട്ടുപിടിച്ചായിരുന്നെങ്കിൽ നമുക്ക് വളരാമായിരുന്നു. നിഷയ്ക്കറിയാമോ ഇതൊക്കെ? അറിയാം സാർ. പ്യൂൺ 2 കപ്പ് ചായ കൊണ്ടുവന്ന് വെച്ചു. ഫിലിപ്പ് ചുമാർ ഒന്നെടുത്ത് സിപ്പ് ചെയ്തു. നിഷ കുടിക്കൂ. വേണ്ട സാർ. അവൾ കരഞ്ഞുപോയി. കുടിക്കൂ.
എന്റെ സ്റ്റാഫിനെ ജോലിക്കാരായിട്ടല്ല ഞാൻ കരുതിയിട്ടുള്ളതെന്നറിയാമല്ലോ. ഞാൻ നാളെ ശത്രുക്കളുടെ വെടിയേറ്റ് മരിച്ചാലും ഒരു ലക്കം പോലും മുടങ്ങാതെ ഇവർ പത്രമിറക്കും. നമ്മൾ അഗ്നിയിൽ വളർന്ന ഒരു വൃക്ഷമാണ്. കുടിക്കൂ. നിഷ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കപ്പെടുത്ത് അല്പം ഒത്തിക്കുടിച്ചു. ചൂട് പാകത്തിനായിരുന്നിട്ട് കൂടി അവൾക്കത് ഇറക്കാൻ കഴിഞ്ഞില്ല. അവൾ കപ്പ് മേശപ്പുറത്ത് വെച്ചു. വൃക്ഷത്തിന്റെ ഒരു ശാഖ ഉണങ്ങിയാൽ അത് പിന്നെ തളർക്കുമോ? ചുമ്മാർ ചോദിച്ചു. സാർ, എനിക്ക് മാപ്പ് തരണം. ചുമ്മാർ പുഞ്ചിരിച്ചു. അവൾക്ക് ആശ്വാസം തോന്നി. അദ്ദേഹം ഇതുവരെ ക്ഷോഭിച്ചില്ല. നിഷ പൊയ്ക്കോളൂ, ഇനി ഇത് ആവർത്തിക്കരുത്. അദ്ദേഹം പറഞ്ഞപ്പോൾ നിഷയുടെ മനസ്സിൽ കുളിരി പെയ്തു. താങ്ക് യു സാർ. അവൾ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. ചുമ്മാർ പുഞ്ചിരിച്ചു. മിസ്റ്റർ തരകൻ നിഷയ്ക്ക് വേണ്ട ഉപദേശം തരും. അവൾ തരകനെ നോക്കി. വരൂ. അദ്ദേഹം അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി. ക്യാബിന് വെളിയിലിറങ്ങിയപ്പോൾ തരകൻ നിഷയോട് ചോദിച്ചു. ഭയന്നുപോയി അല്ലേ? അതെ സാർ, ഇപ്പോഴാണ് എനിക്ക് ജീവൻ വീണത്. എന്റെ ജോലി കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. അവൾ കണ്ണുകൾ തുടച്ചു. ഞാനീ ദേവ് ഒരിക്കലും മറക്കില്ല. ഞങ്ങളും. നിഷ സ്വയം പിരിഞ്ഞു പോകുന്നതായി ഒരു ലെറ്റർ എഴുതി തന്നേക്കൂ. ഞങ്ങൾ പിരിച്ചുവിടുന്നതിലും നിഷയ്ക്ക് സേഫാണത് സാർ. അവൾ തരകനെ തുറച്ചു നോക്കി. വൃക്ഷത്തിൽ ഒരുണങ്ങിയ ശാഖ വേണ്ട മോളെ. നിന്റെ ആനുകൂല്യങ്ങളും പേപ്പറുകളുമെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഹിന്ദുസ്ഥാൻ ടുഡേയിൽ ഒരു കാര്യവും ഡിലേ ആവുകയില്ലെന്ന് മോൾക്കറിയില്ലേ? തരകൻ അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു. നിഷയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ഫിലിപ്പ് ചുമാർ ചായ മൊത്തിക്കുടിച്ചു. അദ്ദേഹം ഉത്സാഹവാനായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തരകൻ വിളിച്ചു. നമ്മുടെ പത്രം എല്ലായിടത്തും സംസാര വിഷയമായിരിക്കുന്നു. ഇതെല്ലാം ആ കുട്ടിയുടെ മിടുക്കാണ് തരക. ഗീതയും അശോകനും നമുക്കൊരു അസറ്റ് തന്നെയാണ്. പക്ഷേ അവരുടെ ലൈഫിന് ഭീഷണിയുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്കവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ജയപ്രകാശ് ഏത് രീതിയിലാണ് തിരിച്ചടിക്കുന്നതെന്നറിയില്ല. എന്തായാലും ജനങ്ങളുടെ ഇടയിലുള്ള അയാളുടെ എല്ലാ ഇമേജും നമ്മൾ തകർത്ത് കളഞ്ഞു. ഒരു നിമിഷം നിർത്തി തരകൻ തുടർന്നു. ചീഫ് മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് നമ്മുടെ ടേപ്പിലെ സംഭാഷണം കേട്ടു. അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉടനെ സഞ്ജയിനെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്താൻ ഉത്തരവുണ്ടാകും. ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം. ഇലക്ഷൻ കമ്മീഷണർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ശേഷൻ കാണിച്ചു കൊടുത്തതുപോലെ പത്രത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അവരെന്നറിയട്ടെ. ചുമ്മാർ ഫോൺ വെച്ചിട്ട് ആലോചിച്ച് ഇരുന്നു. അദ്ദേഹം റിമോട്ട് അമർത്തി TV ഓൺ ചെയ്തപ്പോൾ സ്റ്റാർ ന്യൂസ് ആയിരുന്നു. ഹിന്ദുസ്ഥാൻ ടുഡേയുടെ ഫ്രണ്ട് പേജും ഫോണിലൂടെ കേൾക്കുന്ന സഞ്ജയിന്റെ ഡയലോഗും അവർ ടെലികാസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗീതയുടെ ഫോട്ടോയും ടെലിഫോൺ ഇന്റർവ്യൂവും ലോകം മുഴുവൻ അപ്പോഴത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പ് ചുമ്മാർ ചായക്കപ്പ് കാലിയാക്കി. വെടിപൊട്ടും പോലെ ക്യാബിന്റെ വാതിൽ തള്ളി തുറക്കപ്പെട്ടു. പ്രതികാരം മനുഷ്യനായതുപോലെ ജയപ്രകാശ് അവിടേക്ക് കുതിച്ചു വന്നു. ഞങ്ങളെ ജീവനോടെ ചുട്ടുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് സുഖിക്കുവാണോടാ നായിന്റെ മോനെ. ജയപ്രകാശ് കൈവീശി മേശപ്പുറത്തെ വസ്തുക്കളെല്ലാം തെറിപ്പിച്ചു കളഞ്ഞു. ടിവിയും പേഴ്സണൽ കമ്പ്യൂട്ടറുമെല്ലാം തെറിച്ചു വീണു. ചുമ്മാർ ഓർക്കാപ്പുറത്തുള്ള ആക്രമണത്തിൽ പകച്ചുപോയി. ആരാണ് അയാളെ കടത്തിവിട്ടത്? കൂടം പോലെ ജയപ്രകാശിന്റെ മുഷ്ടി ചുമ്മാറിന്റെ മുഖത്ത് പതിച്ചു. അദ്ദേഹം റിവോൾവിംഗ് ചെയറിൽ നിന്ന് പിന്നോട്ട് മലച്ചു വീണു. തുടരും.